ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ റമദാൻ്റെ കേട്ടോ നോമ്പ് തുറക്കാനുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാട്ടോ പത്തിരി. അപ്പോൾ ഇന്ന് ആരും നോമ്പ് തുറക്കാനില്ല കേട്ടോ, നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾക്കും കാക്കൊക്കെ നോമ്പറുണ്ട്, അപ്പോൾ അവരങ്ങോട്ട് പോവാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഈ നോമ്പ് തുറൻ്റെ ഭക്ഷണം കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോസും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അതെന്താ വെച്ചാൽ ആ സമയത്ത് വീഡിയോ എടുക്കാൻ ചെറിയൊരു പ്രയാസമാണ്. അപ്പോൾ വീഡിയോ എടുക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ പാടെ ഒന്നിച്ച് നമുക്ക് കഴിയൂലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇന്ന് നമുക്ക് കുറഞ്ഞത് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഞാൻ കുറച്ച് പത്തിരിനധികം അങ്ങോട്ട് ഉണ്ടാക്കിട്ടോ. അത് മക്കൾ നോമ്പറന്ന് വന്നാലും പിന്നെ പള്ളിയിൽ നിന്ന് തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അവർക്ക് പത്തിരി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ അങ്ങനെ പത്തിരി മതി, ചോറിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. അത്താഴത്തിനും നമ്മളധികം പത്തിരിയൊക്കെ തന്നെയാണ് കേട്ടോ തിന്നാൻ കഴിക്കൽ. പത്തിരി ദോശ അതൊക്കെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ റമദാന് നമ്മളോട് വിട പറയാനായി ലാസ്റ്റത്തെ പത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം എല്ലാവരും പ്രത്യേകം ദ്വായിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മളൊക്കെ എല്ലാവരും മുറാദുകളും നമ്മൾ ഇതുവരെ ചെയ്ത ഓരോ ഇബാദത്തുകളും ഒക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇനി ഇവിടുന്നായിട്ട് നമുക്ക് നല്ല പ്രാർത്ഥനൻ്റെ ടൈമാണ്. നമുക്ക് തൗബ ചെല്ലാനും എല്ലാത്തിനുള്ള നല്ലൊരു മാസവും അതുപോലെ ലാസ്റ്റിലെ 10 നമുക്ക് കുറേ ഇബാദത്തുകൾ ചെയ്യാനുള്ള നല്ലതാണ്. അപ്പം നമുക്ക് അതിലേക്ക് വേണ്ടി നിൽക്കുക നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് അധികം പത്തിരിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇല്ലാത്തതുകൊണ്ടേ അപ്പം ഞാനിതാ എൻ്റെ പിന്നെ പത്തിരി പൊടി വാട്ടി കുഴച്ച് കഴിഞ്ഞ് അന്നേരം തന്നെ ഞാൻ പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഉള്ള പാത്രങ്ങൾ അന്നേരം തന്നെ വേഗം കഴുകി എടുത്ത് വെക്കും കേട്ടോ. എന്താ എനിക്ക് ഈ കൂട്ടി വെക്കുന്നത് തീരെ ഇഷ്ടമുള്ള ഇതല്ല. ചില ആൾക്കാർ കാണാൻ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടേക്കണേ. എനിക്കതെന്താണെന്ന് അറിയില്ല. ഉള്ള പാത്രങ്ങൾ അന്നേരം തന്നെ അവിടെ കഴുകി എടുത്ത് വെക്കും. ഒരു നമുക്ക് അന്നേരം തന്നെ കഴുകിയിട്ട് അത് വൃത്തിയാക്കിയിട്ട് വെച്ചാണ്ടല്ലോ പിന്നെ എന്നിട്ട് എനിക്ക് അടുത്ത പണി എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഒക്കെപാടെ അങ്ങനെ നിരന്ന് കിടക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യൽ? പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകി വെക്കലാണോ അല്ലെങ്കിൽ ഒക്കെപാടെ കൂട്ടി വെച്ചിട്ട് ലാസ്റ്റാണോ കഴിക്കൽ? എങ്ങനെയുള്ളത് കമൻറ്റ് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിക്കുള്ളതൊക്കെ അവിടെ പരത്തി റെഡിയാക്കി വെച്ച് അതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുക കറി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിന്, നമുക്കിന്ന് കടായി ആക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ അധികം ഒന്നും വേണ്ടല്ലോ, ഒന്ന് കുറഞ്ഞത് മതിയല്ലോ. അപ്പോൾ കടായി ആക്കാനുള്ള അതിലേക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഉള്ളി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിലേക്കായിട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ എല്ലാം ഇതും റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ പത്തിരി പരത്തുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഉള്ളി അരിയാൻ നിൽക്കുക അങ്ങനത്തതില്ല. എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഒരൊറ്റയാണ്ട് ഒരു പണിയായിട്ട് എടുക്കും. അതിന് നമുക്ക് 4 മണി കഴിഞ്ഞ് അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇറങ്ങിയാൽ പിന്നെന്താ മഗ്‌രിബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പണികളും അവിടെ കഴിയും കേട്ടോ. ഒറ്റയടിക്ക് ഒരു നിപ്പിന് ഒരൊറ്റയടിക്ക് അവിടെ തീർക്കും. അപ്പം നമ്മളെ കടായി പിന്നെ അത് വെക്കുന്ന രീതി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാ രീതിയിൽ അങ്ങോട്ട് വെക്കട്ടോ. പിന്നെ കടായി ആകുമ്പം തന്നെ മക്കൾക്കാണ് അതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ച്. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കടായിയൊക്കെ വെച്ചാലും തന്നെ ഒക്കൂല, റെഡി ആവില്ല. അപ്പം പത്തിരിക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകം അത്യാവശ്യം കറിയും വേണമല്ലോ. അപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ കുറച്ച് കറി മതി. അപ്പം ഞാനത് കടായിയും വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓരോ പണികൾ അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് ഇനി നമുക്ക് തരി ഉണ്ടാക്കണം. എനിക്ക് മെയിനായിട്ട് തരി ഭയങ്കര ഇഷ്ടം കേട്ടോ. നോമ്പ് പറഞ്ഞാൽ ഒരു ഗ്ലാസ് തരി കിട്ടിയാലേ അത് റാഹത്തടായി. അപ്പോൾ തരിയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി അതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് തക്കാളി ഇട്ട് ഞാൻ നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യണം, നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ നട്ടിട്ട് കേട്ടോ ഒക്കെ വടട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഞാൻ ചിക്കൻ ഇങ്ങനെ പൊരിച്ച് വെച്ചതാണ്. എന്നിട്ട് പൊരിച്ച ചിക്കൻ അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. കുറഞ്ഞ കറി മതി. അപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികൾ പിന്നെ എന്തിൻ്റെ മസാല എന്ന് പറയുന്നത് മല്ലി, മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി കേട്ടോ. അതൊക്കെ വടട്ടിട്ടാണ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ കുറഞ്ഞ വെള്ളത്തിലാണ് നല്ല വെക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് കറി തോനെ ആൾക്കാരുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ആളില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ് നല്ലത്. പിന്നെ ഒറ്റയ്ക്ക് നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വിഷമം കേട്ടോ. എല്ലാവരും കൂടി തന്നെ വേണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രസം.
ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് നോമ്പ് എടുക്കണതോ അതൊക്കെ ഒരു പ്രത്യേക എന്താ പറയുക അതിന് ഒരു സുഖമുള്ള പരിപാടിയല്ല. അപ്പം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് നോമ്പ് ഇറക്കുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക സുഖം. നമ്മളെല്ലാവരും കൂടി മക്കളൊക്കെ വാടെ കൂടി ഇങ്ങനെ നോമ്പ് ഇറക്കുമ്പോൾ. അപ്പം ഞങ്ങളിപ്പോൾ ഈ പ്രാവശ്യത്തെ നോമ്പിന് ഇപ്പോൾ മോൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിനി. അപ്പോൾ മോന് എത്താൻ കഴിഞ്ഞില്ല. മോന് അവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓന് വരാൻ പറ്റില്ല. അത് ചെറിയൊരു പ്രയാസം. എല്ലാം പ്രതീക്ഷിച്ചിനി വരാമെന്നുള്ളതൊക്കെ. ടിക്കറ്റ് വരെ എടുത്തിനി. അപ്പോൾ പെട്ടെന്ന് അവന് ക്യാൻസലായി വരാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അവിടെയൊക്കെ യുദ്ധമൊക്കെ ഒന്ന് പെട്ടെന്ന് അവസാനിക്കാനും ഒക്കെ നമ്മൾ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. എത്രയോ പ്രവാസികൾ അവിടെ നിന്നിട്ട് വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. എന്നാലും നമ്മളിവിടെ ഇങ്ങനെ മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് കേൾക്കും. നമ്മൾ കേൾക്കണ മാതിരി ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാലും നമ്മൾ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ നമ്മൾ വേഗം കാണും ചെയ്യും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമ്മളെ ശ്രദ്ധ ഫുള്ളും ഓരോരുത്തർക്കാണല്ലോ. അപ്പോൾ ഓന് ഇപ്രാവശ്യം എത്തും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നല്ലൊരു ആകാംക്ഷയോടെയാണ് പെരുന്നാൾ ഉഷാറാക്കി കഴിക്കാമെന്നൊക്കെ. അപ്പോൾ ഓന് എത്തൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷനുമായി. പിന്നെ നമ്മളെ പത്തിരി ഇതാ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കട്ടെ. നമ്മളെ കറി റെഡിയായി. പിന്നെ ഇനി പത്തിരി പണിയാണ്. പിന്നെ ഒരടുപ്പത്ത് നമ്മളെ തരി കേട്ടോ. ഒരു പണി എടുക്കുമ്പോൾ ഒരു പണി കൂടെ എടുക്കുമ്പോൾ തന്നെ വേഗം പണികൾ കഴിയും. പിന്നെ നമുക്ക് അത്താഴത്തിനേക്ക് പിന്നെ വല്ലാതെ ഒന്നും വേണ്ട ആവശ്യമില്ല. ഒന്ന് പത്തിരി തന്നെ ഉണ്ടാവും അത്താഴത്തിനൂടെ. പത്തിരി നമുക്ക് എന്താ കുറച്ച് ചുടാതെ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. എല്ലൂടെയും ഫുള്ളായിട്ട് ചുടേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് ചുട്ടാൽ മതി. പിന്നെ അത്താഴത്തിനൊന്നും പിന്നെ വലിയ ആർക്കും വേണ്ടി കഴിക്കാൻ വേണ്ട കേട്ടോ. കുറഞ്ഞത് മതി കഴിക്കാൻ. ഒരു 2-3 പത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ വയറ് നിറയും. അപ്പം നമ്മൾ എല്ലാം റെഡിയല്ല. ഭക്ഷണമൊക്കെ റെഡിയായി. നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിന്മേൽ കൊണ്ടുപോയി വെച്ചിട്ടോ. ടേബിളിന്മേൽ കൊണ്ടുപോയി വെച്ചുമ്പോൾ മനസ്സിലൊരു ഭയങ്കര വിഷമം. ഒറ്റയ്ക്ക് നോമ്പെടുക്കുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടായി ഇങ്ങനെ ശീലമായപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു ഭയങ്കര ഇതാണല്ലോ. ഒരു 10 പേരൊക്കെ നോമ്പെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കട്ടോ. അപ്പം നമ്മളെ ഭക്ഷണ വിഭവങ്ങളാട്ടോ ഇത്. കാരക്ക, കടായി, പത്തിരി. ഇനി ബാങ്ക് കൊടുത്ത് ഞാൻ നോമ്പെടുക്കട്ടെ. ഫസ്റ്റിനെ കാരക്ക. പിന്നെ എനിക്ക് വേണ്ടിയത് മെയിനായിട്ട് വെള്ളമാണ്. പിന്നെ ജ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല വിചാരിച്ചിട്ട് നമുക്കൊരു മടിയാണല്ലോ. ഒറ്റയ്ക്കാകുമ്പോൾ ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ വെള്ളം എടുത്ത് വെച്ച് വെള്ളം കുടിച്ചിട്ട് ഒരു കാരക്ക തിന്നതിന് ശേഷം പിന്നെ വെള്ളം ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേനും വയറ് നിറയും. പിന്നെ അധികം ഒന്നും ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ നോമ്പെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും നോമ്പ് പെറുന്നെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളതൊക്കെ എങ്ങനെയാണ്? വീട്ടിലെല്ലാവരും ഇല്ലേ, ഒറ്റയ്ക്കാണോ എന്നൊക്കെ ഉള്ളവരൊക്കെ കമൻറ്റ് അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.